നമസ്കാരം. തീവ്രവാദ ഒളിത്താവളങ്ങളിൽ അസീം മുനീർ എത്തിയത് എന്തിനാണ്? പാക് ആർമി മേധാവിയുടെ സന്ദർശനത്തിലെ ദുരൂഹത ഇന്ത്യയെ തകർക്കാനല്ലേ? തീവ്രവാദികളുടെ വിളനിലമായിട്ടുള്ള ബഹാവൽപൂരിൽ അസീം മുനീർ പെട്ടെന്ന് എത്തിയത് എന്തിനായിരിക്കും എന്നുള്ള ചോദ്യം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാന്റെ ആർമി മേധാവിയുടെ സന്ദർശനത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. എന്തായിരിക്കും അതിന് പിന്നിലെ, ആ വരവിന്റെ പിന്നിലെ രഹസ്യം? പാകിസ്ഥാൻ പ്രതിരോധ സേനാ മേധാവിയാണ് അസീം മുനീർ. ആ അസീം മുനീറാണ് കഴിഞ്ഞ ദിവസം ഈ ബഹവൽപൂർ സന്ദർശിച്ചിരിക്കുന്നത്. ഈ പഞ്ചാബ് പ്രവിശ്യയിലെ ഖൈർപൂർ തമേവാലിയിൽ ബഹവൽപൂർ എന്ന് പറയപ്പെടുന്നത് ഗാരിസ്ഥാനിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് അസീം മുനീർ എത്തിയതും അവിടെ വന്നതിന് ശേഷം അദ്ദേഹം സൈനികരെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ തത്സമയ വെടിവയ്പ് പരിശീലനത്തിനും അസീം മുനീർ സാക്ഷിയായി എന്നുള്ളതാണ്. സന്ദർശനം എന്ന് പറയപ്പെടുന്ന ഒരു പതിവ് പരിശോധനയായിട്ടാണ് അവതരിപ്പിക്കുന്നത് എങ്കിലും അതിനേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതായത് 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു, നമുക്കറിയാമല്ലോ. ആ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ ആക്രമിച്ച 9 തീവ്രവാദ ഒളിത്താവളങ്ങളിൽ ഒന്നാണ് ഈ ബഹവൽപൂർ എന്ന് പറയപ്പെടുന്നത്. ആ ബഹവൽപൂരിലെ മർക്സ് സുബ്ഹാൻ അള്ളാഹ് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം ആസ്ഥാനത്തേക്ക്, തീവ്രവാദ ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തേക്ക് അസീം മുനീറിനെ പോലൊരാൾ, പാകിസ്ഥാന്റെ ആർമി മേധാവി, ഈ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളിലേക്ക് വരേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രചാരണ വിഭാഗമായിട്ടുള്ള ഇൻഡസ് സർവീസസ് പബ്ലിക് റിലേഷൻസ് പ്രകാരം ഈ ബഹവൽപൂർ ഗാരിസണിൽ വെച്ച് സൈന്യത്തിന്റെ വിവിധ പ്രവർത്തന പരിശീലനം, ഭരണപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, ഇതൊക്കെയാണ് അസീം മുനീറിന് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സന്ദർശന വേളയിൽ മൾട്ടി ഡൊമൈൻ യുദ്ധത്തിനുള്ള ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ, അതിനെക്കുറിച്ചും അസീം മുനീറിന് വിശദീകരണം കൊടുത്തിരിക്കുകയാണ് അവർ. അപ്പോൾ സന്ദർശന വേളയിൽ പാകിസ്ഥാൻ സൈനികരെ അഭിസംബോധന ചെയ്ത അസീം മുനീർ പാകിസ്ഥാൻ സൈന്യം പല മേഖലകളിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇവിടെ അസീം മുനീറിന്റെ ബഹവൽപൂർ സന്ദർശനം എന്ന് പറയപ്പെടുന്ന പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം ഈ പാകിസ്ഥാനിലെ ബഹവൽപൂർ തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനപരവും പ്രത്യയശാസ്ത്രപരവും ആയിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്ന ജെയ്ഷെക്കുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിന്തുണയായിട്ട് മുനീറിന്റെ സന്ദർശനത്തെ നമ്മൾ കണക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അസീം മുനീർ അവിടെ സന്ദർശിച്ചുവെങ്കിലും മറ്റ് നിരവധി മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ അവിടെ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ആക്രമണത്തിൽ ഭയന്നിരിക്കുന്ന, അവിടെ വിന്യസിച്ചിരിക്കുന്ന പാകിസ്ഥാൻ സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ജനറൽ മുനീർ അവിടെ സന്ദർശിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് മാത്രമാണോ? ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2025 മെയിൽ കഴിഞ്ഞതിന് ശേഷം ഇന്നുവരെയും പാകിസ്ഥാൻ തണുത്തിട്ടില്ല. പാകിസ്ഥാന്റെ അസീം മുനീർ അടക്കമുള്ളവർ ഉറങ്ങിയിട്ടില്ല. ഏത് സമയം വേണമെങ്കിലും ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം, ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്രവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ, അത് അസീം മുനീറിനെ പോലൊരു യുദ്ധപെറിയനായിട്ടുള്ള, യുദ്ധക്കൊതിയനായിട്ടുള്ള ഒരു നേതാവ് സങ്കല്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈനിക മേധാവി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഇന്ത്യയും അമേരിക്കയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഇന്ത്യയും റഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ലോകം ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ മറവിലേക്ക് പോവുകയും ചെയ്യുന്നതിന്റെ ഇടയിലാണ് പാകിസ്ഥാൻ ജനറൽ മുനീർ, അസീം മുനീർ ഇപ്പോൾ പാകിസ്ഥാൻ ഈ ബഹവൽപൂർ പോലുള്ള ഇടങ്ങളിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ മാറുന്ന വേറെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക്, ഇപ്പോൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും അമേരിക്കയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലേക്ക് ഇന്ത്യയുടെ ശ്രദ്ധ മാറുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള സന്ദർശനം എന്നുള്ളത് ശ്രദ്ധേയമാകുന്നു. ഏത് നിമിഷം വേണമെങ്കിലും തീവ്രവാദികളെ കൊണ്ട് നുഴഞ്ഞുകയറ്റം നടത്തി വലിയ ആക്രമണങ്ങൾ പദ്ധതി ഇടുവാനുള്ള ഒരു സന്ദർശനമാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അത്തരത്തിലുള്ള ദുരൂഹതകൾ ഇതിനുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ പാകിസ്ഥാൻ ആർമിയുടെ കോർപ്പറേറ്റ് ആസ്ഥാനം എന്ന് പറയപ്പെടുന്ന ബഹവൽപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇത് രാഷ്ട്രീയമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സൈനിക മേഖലയാണ് ഈ പറയുന്ന ബഹവൽപൂർ എന്ന് പറയപ്പെടുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ താവളം എന്ന നിലയിൽ ഇതിന് കാര്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. 2015 മുതൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് ആസ്ഥാനം 15 ഏക്കറിൽ പ്രവർത്തിച്ച് വ്യാപിച്ചു കിടക്കുന്ന ഒരിടമാണ്. റിക്രൂട്ട്മെന്റ്, ഫണ്ട് റൈസിങ്, ബ്രെയിൻ വാഷ്, ഇവയ്ക്കൊക്കെ ഉള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഈ ബഹവൽപൂർ പ്രവർത്തിക്കുന്നത്. ഈ ജെയ്ഷെ ഭീകരർക്കുള്ള പ്രാഥമിക പരിശീലനം അടക്കം ഇവിടെയാണ് ലഭിക്കുന്നത്.
2019 പുൽവാമ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് ഇവിടെ നിന്ന് പരിശീലനം നൽകി എന്നുള്ളത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയതല്ലേ. പാകിസ്ഥാൻ ആർമിയുടെ 31 കോർപ്സ് കമാൻഡ് ആസ്ഥാനത്ത് നിന്നും അല്പം അകലെയാണ് ഈ തീവ്രവാദ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ കോർപ്സ് കമാൻഡ് ആസ്ഥാനത്തേക്ക് എത്തപ്പെടുന്ന ഈ അസീം മുനീറിനെ പോലൊരു മേജറിന് എന്താണെങ്കിലും ഈ സൈനിക താവളങ്ങൾ സന്ദർശിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും തീവ്രവാദ ബന്ധമുള്ള ഇവന്മാരുടെ, അതായത് തീവ്രവാദ ഒളിത്താവളങ്ങളിലേക്ക് പോലും ഈ അസീം മുനീറിനെ പോലുള്ളവർ എത്തിച്ചേരുന്നത്. അസീം മുനീറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാക് ആർമി മേധാവിയുടെ സന്ദർശനത്തിൽ ദുരൂഹത ഉണ്ടാകുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒളിത്താവളങ്ങളിലെത്തി ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ കൊണ്ട് ഏത് വിധത്തിലും ഒളിത്താവളങ്ങളിലൂടെ നുഴഞ്ഞു കയറി ഇന്ത്യയെ ആക്രമിക്കുക. ഇപ്പോൾ ഈ സിന്ദൂറിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രത്യാക്രമണത്തിന് ശേഷം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ആ സാമ്പത്തിക നഷ്ടം പോലും നികത്തി കൊടുക്കുന്ന തരത്തിലേക്ക് പാക് ആർമി മേധാവിമാർ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളും തീവ്രവാദ ശ്രമങ്ങളും നടത്തുകയും ഇന്ത്യക്കെതിരെ ആക്രമിക്കുവാനുള്ള അല്ലെങ്കിൽ ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പാക് ആർമി മേധാവിയുടെ സന്ദർശനമൊക്കെ നല്ലത് തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദുമായിട്ട് നിങ്ങൾ അത്തരത്തിൽ ബന്ധം സ്ഥാപിച്ച് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമാണ് പദ്ധതി ഇടുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചുകൊള്ളൂ അസീം മുനീർ, നിങ്ങളുടെ തല പോകുവാനുള്ള സമയമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ ചാരമായി തീരുവാനുള്ള സമയമായി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളെ തകർക്കാൻ പോരുന്ന കരുത്ത് അത് ഇന്ത്യ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നും ഇന്ത്യയിൽ നിന്നുള്ള ഒരു മിസൈൽ താങ്ങുവാനുള്ള കെൽപ്പോ ശേഷിയോ ഇന്ന് നിങ്ങളെപ്പോലുള്ള പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്തിന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അസീം മുനീർ മണ്ണിനടിയിലായി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.